ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു എജ്യൂബിൾസ് ലേണിംഗ്. ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സമയത്ത് വളരെയധികം ഉപകാരപ്രദമാകുന്ന ഒരു സെഷനാണ്. അഥവാ കേട്ടറ്റ് 2025 എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ആസ്പിറൻസ് നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പുകളിലുമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്ക് വളരെ ഉപകാരപ്രദമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സോഷ്യൽ സയൻസിൻ്റെ ഏതാനും ചില ക്വസ്റ്റ്യനുകളും ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറുകളും എക്സ്പ്ലനേഷനോടുകൂടി ഇവിടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏവർക്കും ഉപകാരപ്രദമാവട്ടെ നാമകമായിട്ട് ആശംസിക്കുകയാണ്. എല്ലാവരും 2025 കേട്ടറ്റ് എക്സാമിന് വേണ്ടിയിട്ട് വളരെ അതിയായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് ഏവർക്കും നല്ലൊരു വിജയം ലഭിക്കട്ടെ നാമകമായിട്ട് ആശംസിക്കുകയാണ്. നമ്മൾ ഏതൊരു എക്സാമിന് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മളതിന് പ്രമുഖമായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഒരു ഉപാധി എന്നുള്ളത് മുൻ വർഷത്തെ ചോദ്യങ്ങളാണ്. മുൻ വർഷത്തെ ചോദ്യങ്ങൾ വെറുതെ അത് വായിച്ചു പോവുക എന്നതിലുപരി അതിൻ്റെ എല്ലാ ഓപ്ഷനുകളും മനസ്സിലാക്കുകയും ആ ക്വസ്റ്റ്യൻസിൽ നിന്ന് വരാൻ സാധ്യതയുള്ള മറ്റു ചോദ്യങ്ങൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു അറിവുകൾ എന്തൊക്കെയാണ്, അതും കൂടെ ആ ചോദ്യത്തിൻ്റെ ഒപ്പരം മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു എക്സാം ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ ഒരു എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ഒരു അറിവ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്കറിയാം ഏത് എക്സാം ആവട്ടെ അതൊക്കെ അതിൻ്റെ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകളുമായിട്ട് ബന്ധപ്പെട്ട രീതിയിലാണ് അടുത്ത വർഷം ചോദിക്കാറുള്ളത്. അപ്പം കേട്ടിട്ട് നമ്മൾ സ്വാഭാവികമായിട്ട് തയ്യാറെടുക്കുമ്പോൾ അതിൽ സോഷ്യൽ സയൻസിലൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പൂരകമായിട്ടുള്ളതാണ്. അപ്പോൾ നമ്മളൊരു ചോദ്യം എടുക്കുകയാണെങ്കിൽ തന്നെ ആ ചോദ്യത്തിൻ്റെ ആൻസറുകളും അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇനി ആ ചോദ്യവുമായി ബന്ധപ്പെട്ട് ഏത് ചോദ്യം ചോദിച്ചാലും നമുക്ക് ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നമ്മൾ തയ്യാറെടുക്കേണ്ടത്. അപ്പം അത്തരത്തിലുള്ളൊരു സെഷൻ ആയിരിക്കട്ടെ എന്ന് ഇത് അമുഖമായിട്ട് ആശംസിക്കുകയാണ്. നമുക്ക് അധികമൊന്നും സമയം കളയാതെ പെട്ടെന്ന് ആ ഒരു 10 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം. അടുത്തൊരു പാർട്ടിൽ അടുത്ത 10 ചോദ്യങ്ങളുമായിട്ട് നമുക്ക് തുടരാം. ഓക്കെ, നമുക്ക് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 10 ചോദ്യങ്ങളിലേക്ക് കടക്കുകയാണ്. ഓക്കെ, ഈ ഡിസ്കഷനിൽ ആദ്യത്തെ ചോദ്യമായിട്ട് വരുന്നത് മരുതം തിണയുടെ ഭൂമിശാസ്ത്ര സവിശേഷത കണ്ടെത്തുക എന്നുള്ളതാണ്. നമുക്കറിയാം സംഘകാല ലിറ്ററേച്ചർ ആ ഒരു സമയത്തുള്ള ഭൂമിയെ പല തിണകളായിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിൽ മരുതം തിണ താഴെ പറയുന്നതിൽ ഏത് ഭൂമിശാസ്ത്ര സവിശേഷതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള ചോദ്യം വളരെ ഈസി ആയിട്ടുള്ള ഒരു ചോദ്യമായിട്ടാണ് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൃഷിഭൂമി എന്ന് വന്നിട്ടുണ്ട്, തീരപ്രദേശം എന്ന് വന്നിട്ടുണ്ട്, വരണ്ട ഭൂമി, കുന്നുകൾ എന്ന് വന്നിട്ടുണ്ട്. ഇത് വളരെ ഈസിയാണ് ഇതിൻ്റെ ആൻസർ കണ്ടെത്താൻ. നമുക്കറിയാം, നിങ്ങൾ ഈ തിണകളെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ നമുക്കറിയാം സംഘം ലിറ്ററേച്ചറിൽ ഈ 5 തിണകൾ, അഥവാ ഒന്നാമത്തത് കുറിഞ്ഞി തിണയാണ്, രണ്ടാമത്തത് മുള്ളൈ തിണ, മരുതം തിണ, നെയ്ത്തൽ തിണ, പാലൈ തിണ, ഇങ്ങനെ ഓരോ ഭൂമി സവിശേഷത ഓരോന്നിനും അതിൻ്റേതായ ഭൂമി സവിശേഷതയുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കുറിഞ്ഞി നോക്കുകയാണെങ്കിൽ അത് മലഞ്ചെരിവാണ് അത് സൂചിപ്പിക്കുന്നത്, മുള്ളയാണെങ്കിൽ അത് കാടാണ്, മരുതമാണെങ്കിൽ കൃഷിഭൂമി, നെയ്തലാണെങ്കിൽ തീരപ്രദേശം, പാലൈ വരണ്ട ഭൂമി. അപ്പോൾ നമുക്ക് ഈ 5 തിണകളും അതിൻ്റെ ഭൂസവിശേഷത പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിവിടെ ചോദിക്കുന്നത് മരുതമാണ്, അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കൃഷിഭൂമിയാണ്. നമുക്കറിയാം അഗ്രികൾച്ചറൽ ലാൻഡാണ് മരുതം തിണയായിട്ട് ബന്ധപ്പെട്ടിരുന്നത്. അപ്പം ഈ ഒരു ആൻസർ അതാണ് വരുന്നതെങ്കിലും ഈ 5 തിണകളും നിങ്ങളെപ്പോഴും മൈൻഡിലുണ്ടായിരിക്കണം. അതിലിപ്പം അടുത്ത എക്സാമിന് ചോദിക്കുക ചിലപ്പം എന്തായിരിക്കും, കുറിഞ്ഞി തിണയുടേതായിരിക്കും. അപ്പം നമുക്ക് മലഞ്ചെരുവാണെന്ന് നമുക്ക് സിമ്പിളി നമുക്കതിന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം. ആ ആൻസർ ഒരിക്കലും ഈ ഒരു ഭാഗത്തു നിന്നൊരു ചോദ്യം വന്നാലും എന്തായാലും മിസ്സാക്കരുത്. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ചോദ്യത്തിലേക്ക് തന്നെ പോവാം. രണ്ടാമത്തെ ചോദ്യം, അപ്പോൾ ഒന്നാമത്തതിൻ്റെ ആൻസർ കൃഷിഭൂമി. ഓക്കെ, രണ്ടാമത്തത് ചോദ്യം ധർമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചത് ആര് എന്നാണ്. ധർമ്മ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലേക്ക് ഓടുന്നത് ഒരാളുടെ പേരാണ്. ആ പേരുമായി ബന്ധപ്പെട്ട ആളുകൾ ഈ ഓപ്ഷനിൽ ഉണ്ടോ എന്ന് നമുക്ക് നോക്കുകയാണ്. ബിംബിസാരൻ്റെ പേര് കേൾക്കുമ്പോൾ നമുക്കത് ഓർമ്മ വരുന്നില്ല. കാളിദാസൻ, ബിന്ദുസാരൻ, അശോകൻ്റെ പേര് വരുമ്പോഴാണ് നമുക്ക് തീർച്ചയായിട്ടും അത് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. നമുക്കറിയാം അശോകനെ കുറിച്ച് പറയുമ്പം അശോകൻ ധർമ്മ എന്ന ആശയം പ്രചരിപ്പിച്ചാണ്. കാരണം അദ്ദേഹം ബുദ്ധിസത്തിലേക്ക് കടന്നിരുന്നു അല്ലേ. ദ വേർഡ് ധർമ്മ ഈസ് മെയിൻലി കണക്റ്റഡ് വിത്ത് എംപറർ അശോക ഓഫ് മൗര്യ ഡൈനാസ്റ്റി. മൗര്യ ഡൈനാസ്റ്റിയിലാണ് അശോകൻ ജീവിച്ചിരുന്നത് ആ കാലഘട്ടത്തിൽ. കാരണം കലിംഗ യുദ്ധത്തിന് ശേഷം അശോകൻ ബുദ്ധമതം സ്വീകരിക്കുകയും അതിനുശേഷം ധർമ്മ എന്ന ആശയം പ്രചരിപ്പിക്കുകയും ചെയ്തു എന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ധർമ്മ എന്ന ആശയം അഹിംസയും കൈനസും അഹിംസയും ദയയും സഹവർത്തിത്വവും ഒക്കെ ഉൾപ്പെട്ടിട്ടുള്ള ഒരു ആശയമാണ് ആ ധർമ്മ എന്ന് പറയുന്നത്. അപ്പം അത് പ്രചരിപ്പിച്ചത് അശോക ചക്രവർത്തിയാണ്. അതൊരിക്കലും മറക്കാതിരിക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് തന്നെ നോക്കാം. അടുത്തത് വളരെ ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്. ഗിൽജി രാജവംശത്തെ തുടർന്ന് ഡൽഹിയിൽ അധികാരത്തിൽ വന്ന രാജവംശം ഏതാണെന്നാണ്. ഇതിന് ആൻസർ ചെയ്യാൻ നിങ്ങൾ ആ ഒരു ക്രൊണോളജിക്കൽ ഓർഡർ മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ് ഇതിന് ഏറ്റവും, നമ്മൾ ഹിസ്റ്ററി പഠിക്കുമ്പോഴൊക്കെ ഡേറ്റ് വെച്ച് പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും
സുഖകരമായിട്ടുള്ളത്. അപ്പം നമുക്കതിൻ്റെ ആ ഡേറ്റ് വൈസ് നമുക്ക് വന്നുള്ള എംപറേഴ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമുക്കറിയാം ആദ്യം 1206 മുതൽ 1296 വരെ വന്നത് മംലൂക്ക് രാജവംശമാണ്. പിന്നെയാണ് ഗിൽജി രാജവംശം വരുന്നത് 290 മുതൽ 320 വരെ. പിന്നെ തുഗ്ലക്ക് 1320 മുതൽ 1414 വരെ. അപ്പോൾ നമുക്കിവിടെ ഓൾറെഡി ആൻസർ കിട്ടി. ഫസ്റ്റ് മംലൂക്ക്, ഗിൽജി, തുഗ്ലക്ക്. ഗിൽജി ആരാണ് സക്സീഡ് ചെയ്തതെന്നായിരുന്നു ചോദ്യം. അപ്പോൾ നമുക്കറിയാം ആൻസർ തുഗ്ലക്കാണ്. പിന്നെ വന്നതാണ് ലോധി, സയ്യിദ്. അത് കഴിഞ്ഞിട്ടാണ് ലോധി വരുന്നത്. അപ്പം 1526 വരെ, 1206 മുതൽ 1526 വരെ, 206 മുതൽ 526 വരെ ഈ ഒരു ടൈം ലൈൻ നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചു വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് അവസാനം വന്നത് ആരാണെന്ന് ചോദിച്ചാൽ ലോധിയാണ്. ലോധി ആരെ സക്സീഡ് ചെയ്തിട്ടാണ് വന്നതെന്ന് വെച്ചാൽ സയ്യിദന്മാരെയാണ്. സയ്യിദ് തുഗ്ലക്കിനെയാണ്, തുഗ്ലക്ക് ഗിൽജിയാണ്, ഗിൽജി മംലൂക്കിനെയാണ്. ഓക്കെ, ഈ ഒരു ഓർഡർ ഡേറ്റ് വൈസ് പഠിച്ചു വെച്ചാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതുമായിട്ട് റിലേറ്റഡ് ചെയ്ത ഓരോ ക്വസ്റ്റ്യൻസിലേക്കും നമുക്ക് ആൻസർ കണ്ടെത്താൻ പറ്റും. ഓക്കെ, നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കൊടുക്കാം. ഓക്കെ, വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഹസാരാരാമ ക്ഷേത്രം നിർമ്മിച്ച ഭരണാധികാരികളുടെ പേര് എഴുതുക. നോക്കിയാൽ രാമ ക്ഷേത്രം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വരുന്നൊരു മലയാളം സിനിമയുണ്ട്. നമുക്ക് ഹസാരാമക്ഷേത്രം എന്ന് കേൾക്കുമ്പം അത് ബേസിക്കലി അറിവുള്ള ഒരാൾക്കാണെങ്കിലും അത് മനസ്സിലാക്കും കർണാടകയിലെ ഹംപിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണെന്ന്. അപ്പോൾ ഹംപി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആനന്ദം എന്ന് പറയുന്ന ഒരു സിനിമ ഓർമ്മ വരുന്നുണ്ട്. ആനന്ദത്തിൽ ഹംപിയിലൂടെയുള്ള ഒരു യാത്രയൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. അപ്പോൾ അതിൽ കണക്ട് ചെയ്താൽ അവിടെ നമ്മൾ വിജയനഗരം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം വിജയനഗര രാജാക്കന്മാരാണ് ഇത് നിർമ്മിച്ചിരിക്കുക. സ്വാഭാവികമായും ഹംപിയായി കണക്ട് ചെയ്യുമ്പോൾ വിജയനഗരം അതെന്തായാലും ഓർമ്മയിലുണ്ടാവണം. അതിലത്തെ ദേവരായ രാജാവാണ് ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. നമുക്ക് ഹസാരാരാമ ക്ഷേത്രം ഹംപിയിൽ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്നു. ഇത് വിജയനഗര സാമ്രാജ്യത്തിലെ രാജാക്കന്മാരാണ് പണി കഴിപ്പിച്ചത്. പ്രത്യേകിച്ച് ദേവരായ ഒന്നാമനാണ് എന്തായിരിക്കുന്നത് ഇത് പണി കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വരുന്ന വിജയനഗര രാജാക്കന്മാരാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഓക്കെ, നമുക്ക് 2ാമത്തെ വരാം. കേരളത്തിലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹാൻഡ്ലൂം ടെക്നോളജി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? അതിൻ്റെ റൈറ്റ് ആൻസർ കണ്ണൂരാണ്. കയ്യൂരാണ് IIHT സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് താഴെ കൊടുത്തിരിക്കുന്ന ഏപ്രിൽ 1, 2020 മുതൽ ആന്ധ്ര ബാങ്കിനൊപ്പം യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിക്കപ്പെട്ട പൊതുമേഖലാ ബാങ്ക് ഏതാണ്? 2020 ശേഷം ഒരുപാട് ബാങ്കുകൾ തമ്മിലുള്ള ലയനങ്ങൾ നടന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കോർപ്പറേഷൻ ബാങ്കാണ് റൈറ്റ് ആൻസറായി വരുന്നത്. നമുക്ക് ഏതൊക്കെ ബാങ്കുകൾ തമ്മിലാണ് ലയനങ്ങൾ സംഭവിച്ചതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇന്ത്യയിൽ തന്നെ നിരവധി ബാങ്ക് ലയനങ്ങൾ നടന്നു. ഒന്ന് ആന്ധ്ര ബാങ്കും കോർപ്പറേഷൻ ബാങ്കും, അത് രണ്ടും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിച്ചു. സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്കിലേക്കും ലയിച്ചു. അലഹബാദ് ബാങ്ക് ഇന്ത്യൻ ബാങ്കിലേക്ക് ലയിച്ചു. ഇവിടെ ഒരു ടൈപ്പിങ്ങിൻ്റെ മിസ്റ്റേക്സ് വളരെയധികം കാണുന്നുണ്ട്. അത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, വളരെ ഒരു പ്രശ്നമായിട്ട് എടുക്കേണ്ട. നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ആശയമാണല്ലോ ലഭിക്കാനുള്ളത്. ഓക്കെ, സിൻഡിക്കേറ്റ് ബാങ്ക് കനറ ബാങ്ക്, സിൻഡിക്കേറ്റ് ടു കനറ. അലഹബാദ് എവിടേക്കാണ് വരുന്നത്? അലഹബാദ് മനസ്സിലാക്കണം, അലഹബാദ് വരുന്നത് ഇന്ത്യൻ ബാങ്കിലേക്കാണ്. അലഹബാദ് ഇന്ത്യൻ ബാങ്കിലേക്കും യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കും ലയിച്ചു. യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ പഞ്ചാബ് നാഷണൽ ബാങ്കിലേക്കും. അപ്പോൾ ഈ ലയനങ്ങൾ മനസ്സിലാക്കണം. പഞ്ചാബ് നാഷണലിലേക്കാണ് UOB വന്നത്, യുണൈറ്റഡ് ബാങ്ക് ഓഫ് ഇന്ത്യ. അപ്പം അത് കറക്റ്റ് ആ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഇനി അടുത്തത് 2011 സെൻസസ് അനുസരിച്ച് കേരളത്തിലെ ലിംഗാനുപാതം, അതായത് സ്ത്രീ പുരുഷ അനുപാതം തിരിച്ചറിയുക. വളരെ സിമ്പിളാണെന്ന്. സ്ത്രീകളായിരുന്നു കൂടുതൽ, 1084 ഇതിൻ്റെ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. 2011 അവസാനമായിട്ട് ഇന്ത്യയിൽ സെൻസസ് നടന്നിരിക്കുന്നത്. അപ്പോൾ ആ സെൻസസ് അതിനുശേഷം ഒരു സെൻസസ് നടന്നിട്ടില്ല. അപ്പോൾ അന്നത്തെ ഒരു ഡീറ്റെയിൽസ് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കുക എന്നുള്ളത് ഒരു കോമ്പറ്റീറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുടെ മനസ്സിൽ എപ്പോഴും അത് ഉണ്ടായിരിക്കണം. അപ്പോൾ അതിൻ്റെ ഒരു കീ ഫാക്ടേഴ്സ് നമുക്ക് നോക്കാം. നമുക്കറിയാം 2024 സെൻസസ് അനുസരിച്ച് 3.34 കോടി മനുഷ്യരാണ് കേരളത്തിലുള്ളത്. അതിൽ തന്നെ 94% ലിറ്ററസി റേറ്റ് ഉണ്ട്. 96% ആണുങ്ങൾക്കും 92% സ്ത്രീകൾക്കുമാണ്. നമ്മുടെ സെക്സ് റേഷ്യോ ആണ് ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത്. 1000 പുരുഷന്മാർക്ക് 1084 സ്ത്രീകൾ എന്ന തോതിലാണ് നമ്മുടെ സ്ത്രീ പുരുഷ ലിംഗാനുപാതം വരുന്നത്. പിന്നെ നമ്മുടെ പോപ്പുലേഷൻ ഡെൻസിറ്റി വരുമ്പം 860 വ്യക്തികളാണ് പെർ സ്ക്വയർ മീറ്ററിലുള്ളത്. അപ്പോൾ അത് ഓർത്ത് വെക്കുക, 860 വ്യക്തികൾ. പിന്നെ വരുമ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് 2001-2011 വരെ വരുമ്പം 4.9% ആണ് നമ്മുടെ ഉള്ളത്. അത് ഇന്ത്യയിലെ ഏറ്റവും ലോസ്റ്റ് ആണ് നമ്മുടെ ഇവിടെ വരുന്നത്. പിന്നെ മോസ്റ്റ് പോപ്പുലർ ഡിസ്ട്രിക്റ്റ് മലപ്പുറവും, ലീസ്റ്റ് പോപ്പുലർ ഡിസ്ട്രിക്റ്റ് വയനാടുമാണ്. ഈ ഫാക്റ്റുകൾ മനസ്സിലുണ്ടായിരിക്കട്ടെ. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് വരാം. ഇത് സിമ്പിളാണ്. WHO
ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്നാണ്. നമുക്ക് UN അല്ല അതായത് വേൾഡ് ട്രേഡ്, വേൾഡ് ഹെൽത്ത് എല്ലാ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഒക്കെ ഹെഡ് ക്വാർട്ടേഴ്സ് ഓർത്ത് വെക്കുക എന്നുള്ളത് വളരെ എക്സാം ക്രാക്ക് ചെയ്യാൻ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാം, ജനീവയാണ് WHO വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ്, അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസുകൾ മനസ്സിലാക്കി വെക്കണം നിർബന്ധമായിട്ടും. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പം WHO എന്നാണ് സ്ഥാപിച്ചത്? January 1, 1995 അല്ലെ, 1995 January 1 ഇത് ഗാട്ട് സക്സീഡ് ആയിട്ടാണ് ഇതിലേക്ക് ഫോർമേഷനിലേക്ക് വന്നിരിക്കുന്നത്. ജനീവ, സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. 2021 പ്രകാരം 164 അംഗങ്ങളാണുള്ളത്. അപ്പം ഇത് കണക്കിലെടുക്കേണ്ട. 2021 പ്രകാരം 164 ആളുകളാണുള്ളത്. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ വേൾഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ റാങ്ക് എത്ര എന്നാണ് ചോദിക്കുന്നത്. മാനവ വികസന റിപ്പോർട്ടിൽ താഴെ കൊടുത്തിരിക്കുന്നത് ഇന്ത്യയുടെ റാങ്ക് ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അതിൻ്റെ ആൻസർ വരുന്നത് 132 നമുക്ക് വരുന്നത്. 132 സ്ഥാനത്താണ് ഇന്ത്യ ഇപ്പോൾ വേൾഡ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ടിലുള്ളത്. ഓക്കെ, താഴെ കൊടുത്തിരുന്നതിൽ ഇന്ത്യയുടെ അവസാനത്തെ പഞ്ചവത്സര പദ്ധതി ഏതാണ്? ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. പഞ്ചവത്സര പദ്ധതി നമ്മൾ നിർത്തിവെച്ചിരിക്കുകയാണ്. ഇപ്പം നീതി ആയോഗാണ്. നമ്മുടെ രാജ്യം രൂപപ്പെട്ടു വന്നതിന് ശേഷം അന്ന് മുതൽ 5 വർഷം പഞ്ചവത്സര പദ്ധതികളായിട്ടായിരുന്നു നമ്മുടെ പ്ലാനിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സമയം എത്തിയപ്പോൾ അതെന്ത് ചെയ്യും, നീതി ആയോഗമായിട്ട് മാറി. അപ്പോൾ പഞ്ചവത്സര പദ്ധതി അവസാനത്തത് ഏതായിരുന്നു എന്നാണ് ചോദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസർ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോൾ നമ്മുടെ പഞ്ചവത്സര പദ്ധതികൾ വരുമ്പോൾ 1951 മുതൽ 2017 വരെ നടക്കുന്നുണ്ട്. അതിൽ 10ാമത്തെ പ്ലാനായിരുന്നു 2002-2007, 11ാമത്തെ 2007-2012, 2012-2017 അവസാനത്തെ പഞ്ചവത്സര പദ്ധതിയായിട്ട് വരുന്നത്. അപ്പോൾ 2017 നീതി ആയോഗ് സ്ഥാപിക്കുന്നത്. അപ്പോൾ റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത് 12th പ്ലാനാണ്. 12th പ്ലാനാണ് എന്തായിരുന്നത്, അവസാനത്തെ പഞ്ചവത്സര പദ്ധതി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം വരുന്നത്, അപ്പോൾ ഇതിൻ്റെ ഉത്തരം 12ാമത്. താഴെ കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വയം തൊഴിൽ പദ്ധതി അല്ലാത്തത് അല്ലേ, സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം അല്ലാത്ത പദ്ധതി ഏതാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ദീൻ ദയാൽ ഉപാധ്യായ അന്ത്യോദയ യോജന എടുത്തിട്ടുണ്ട്, പ്രധാനമന്ത്രി മുദ്ര യോജന, പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന, പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം. ഇത് നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാകുന്നുണ്ട്. അന്ന യോജന എന്ന് കൊടുത്തത് കൊണ്ട് ഇതൊരിക്കലും എന്തായിരിക്കില്ല, ഒരു എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം ആയിരിക്കില്ല. അപ്പം ഇതിൽ പെടാത്തത് എന്താണ്, അന്ന യോജനയാണെന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കാം. ദീൻ ദയാൽ ഉപാധ്യായ എന്താണ്, സ്വയം തൊഴിൽ പദ്ധതിയാണ്. ചെറുകിട സംരംഭങ്ങൾക്ക് വായ്പ കൊടുക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി മുദ്ര യോജന. പ്രധാനമന്ത്രി ഗരീബ് കല്യാൺ അന്ന യോജന ഭക്ഷ്യവിതരണ പദ്ധതിയാണ്. അപ്പോൾ അത് സെൽഫ് എംപ്ലോയ്മെൻ്റ് അല്ല. പിന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ പ്രോഗ്രാം, അതിൽ അങ്ങനെ തന്നെ എംപ്ലോയ്മെൻ്റ് എന്ന് കൊടുത്തത് കൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാം, അത് എംപ്ലോയ്മെൻറ്റിന് കൊടുത്തതാണ്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് നോക്കുമ്പോൾ ഇത്രയും അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഇത്രയും ചോദ്യങ്ങൾ, വളരെ 10-11 ചോദ്യങ്ങൾ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തു. വളരെ 10 മിനിറ്റ് 15 മിനിറ്റോടെ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് മനസ്സിലാക്കുകയാണ്. ഇനി അടുത്ത ഒരു 10 ചോദ്യവുമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു ഫോർ ലിസണിങ്. എല്ലാവർക്കും വളരെ നല്ല രീതിയിൽ എക്സാം എഴുതാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.